ഹായ് ഗൈസ്, പിണറായി വിജയൻ സർക്കാർ ജിന്ദാബാദ്. നമ്മളെപ്പോഴും സർക്കാരിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. വിമർശനം നല്ലതാണ്. പക്ഷേ നമ്മളെപ്പോഴും വിമർശിക്കുമ്പോൾ അതിന് ഒരു കോയിന് രണ്ട് വശമുള്ളത് രണ്ട് വശമുണ്ട്. അതിൻ്റെ നല്ല വശം, അതിൻ്റെ ബാഡ് വശമുണ്ട്. നമ്മളെപ്പോഴും ഈ വടക്ക് വശത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ. അത് ഏത് മീഡിയ ആവട്ടെ എന്താവട്ടെ. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി, എല്ലാ പാർട്ടിക്കാർക്കും ഈ പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ഒരുപാടെന്നല്ല, 99% നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തിട്ടുമുണ്ട്. അതിന്നൊക്കെ ഊരി വരാൻ വേണ്ടി പിണറായി വിജയനെ അങ്ങേയറ്റം തളർത്താനുള്ള ശ്രമമാണ് മറ്റുള്ള പാർട്ടിക്കാർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഈ 10 വർഷത്തിൽ നമ്മളെ കേരളത്തിലുണ്ടായ മാറ്റം, നമ്മൾ കേരളത്തിൽ എന്തൊക്കെ വന്നു, എന്തൊക്കെ വികസനം വന്നു, നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ വാർത്ത കേട്ടിട്ട് ഈ മീഡിയക്കാരുടെ ഈ വലതും ഇടതും മിഡിലും ചാനലും കൂടി അടിപിടി കഴിയുമ്പോൾ അവർ ഇവരെ കുറ്റം പറയും, അവരെ കുറ്റം പറയും. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ എന്നൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പിണറായി വിജയൻ, നിങ്ങൾ ഏത് മീഡിയാസ് കമൻറ്റ് ചെയ്താലും പിണറായി വിജയൻ മിണ്ടൂല. എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ വാക്കിലൂടെയല്ല കാണിക്കുന്നത്, ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നത്. നല്ല ബോധ്യമുള്ളവരാണ് ജനങ്ങൾ. അത് ജനങ്ങൾക്കും അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു 10 കൊല്ലത്തിൽ നമുക്ക് കിട്ടിയ വികസനങ്ങൾ ഇത്ര കാലം ആര് ഭരിച്ചോ കേരളത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അത് നമ്മൾ എന്തെങ്കിലും പറയും, അവർ കട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്, പിടിച്ചിട്ടല്ലേ, കട്ടോട്ടെ കക്കുന്നില്ലേ? ആരെ കക്കാത്ത? ഇവരെല്ലാവരും ഈ പവറിൽ വരാൻ ശ്രമിക്കുന്നത് കക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് നമ്മളെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പിണറായി വിജയൻ എത്ര എന്ത് കട്ടോ അതൊന്നും എനിക്കറിയേണ്ട, അത് നമുക്ക് അറിയില്ല. അതിന് വിശദമായ വിവരം ആരെ കയ്യിലില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മളെ വികസനത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നിങ്ങൾ ഏത് സ്റ്റേറ്റിനെ കമ്പയർ ആക്കിയാലും നമ്മളെ വികസനം അത്രത്തോളം ബെസ്റ്റാണ്. അത്രത്തോളം ബെസ്റ്റ് വെച്ചാൽ അത്രത്തോളം ബെസ്റ്റ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെ എങ്ങനെ നമ്മൾ പിണറായി വിജയന് എതിരെ സംസാരിക്കാൻ പറ്റുന്നു എന്നത്? നല്ല വശങ്ങൾ പറയൂ, നല്ലതെന്ന് പറയൂ. ഇത് നിങ്ങളൊരു പുകമറ സൃഷ്ടിച്ച് എന്തൊക്കെയോ വിളിച്ച് പറയാം. ഇത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമില്ല. ജനങ്ങൾക്ക് ജനങ്ങളായ ബുദ്ധിയൊക്കെ ഉണ്ട്. അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അവർ പണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന റോഡും ഇപ്പം നടക്കുന്ന റോഡും, പണ്ട് വാഹനം ഓടിക്കുന്ന റോഡും ഇപ്പോൾ വാഹനം ഓടിക്കുന്നതൊക്കെ അവർക്ക് വ്യത്യാസം മനസ്സിലാവും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തിനും ഏതിനും തോന്നുമ്പോൾ സർക്കാരിനെയും പിണറായിനെയും എല്ലാത്തിലും കൊണ്ടുപോയി വലിച്ചഴിച്ച് അവരെ ഇമേജ് ഇല്ലാതാക്കി ഇവർക്ക് പവറിൽ വരാനാണ് ഇവർ ശ്രമിക്കുക. ഇവർ പവറിൽ വരട്ടെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ വെറുതെ ഒരു കാര്യം ചെറുതായി കാണല്ല, എല്ലാത്തിനും